പ്രിയപ്രേക്ഷകരെ, കേട്ടറ്റ് യോഗ്യത ഇല്ലാത്തവർക്ക് പ്രഥമ അധ്യാപകരായി പ്രമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദ വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുവിട്ടിരുന്നത്. ഇപ്പോഴിതാ അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടാവുകയാണ്. കഴിഞ്ഞ ജൂൺ 27-നായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഇത്തരത്തിലൊരു വിജ്ഞാപനം പുറത്തിറക്കിയത്. അതുപ്രകാരം 335 അധ്യാപകർക്കാണ് ഈ പ്രഥമ അധ്യാപകർ എന്ന തരത്തിലേക്ക് നിയമനം ലഭിച്ചിട്ടുള്ളത്. സുപ്രീം കോടതിയുടെ പുനഃപരിശോധന ഹർജിയിലെ വിധിന്യായത്തിന് വിധേയമായി വേണം DPC ഇതിൽ ഇനി തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ്. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, നേരത്തെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. കേട്ടറ്റ് യോഗ്യതയില്ലാതെ ആണ് ഈ അധ്യാപകരെ ഹൈസ്കൂൾ അധ്യാപനത്തിൽ നിയമനം നൽകിയിട്ടുള്ളത് എന്നത്. അതിലാണ് ഇപ്പോൾ ഈ ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഡാൻ? കേട്ടറ്റ് യോഗ്യതയില്ലാത്തവരെ ഹൈസ്കൂളിലെ പ്രഥമ അധ്യാപകരായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട വിവാദം നേരത്തെ തന്നെ ന്യൂസ് 18 പുറത്തുവിട്ടതാണ്. ഈ വിഷയത്തിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ വിജ്ഞാപനത്തിനെതിരെ പരാതിക്കാരൻ നൽകിയിട്ടുള്ള അപ്പീൽ ആണ് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കാൻ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധിയും അതോടൊപ്പം തന്നെ പുനഃപരിശോധനാ ഹർജിയിലെ വിധിന്യായവും വരേണ്ടതുണ്ട്. ആ വിധിന്യായത്തിന് വിധേയമായിട്ട് വേണം ഇനി പ്രൊമോഷൻ കൗൺസിൽ തീരുമാനമെടുക്കാൻ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ജൂൺ 27-ന് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ ഗസറ്റ് വിജ്ഞാപനത്തിലായിരുന്നു പ്രഥമ അധ്യാപകരായി 335 പേർക്ക് സ്ഥാനക്കയറ്റം നൽകിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ ആണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഡാൻ തന്നെയാണ് ഈ വാർത്ത നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. ഈ വാർത്തയിൽ ഇപ്പോൾ ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. ഇനിയിപ്പോൾ പ്രൊമോഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം പുനഃപരിശോധിക്കേണ്ടതായി വരുമോ? കഴിഞ്ഞ ജൂൺ 27-ാം തീയതിയാണ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ 330 അധ്യാപകർക്ക് പ്രമോഷൻ നൽകിക്കൊണ്ട് അവരെ പ്രധാന അധ്യാപകരായി നിയമിക്കാനുള്ള ഉത്തരവിറക്കിയത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് പരാതിക്കാരൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. അവിടെയാണ് ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കൌൺസിലിന്റെ കമ്മിറ്റിക്ക് ഈ പരാതി കൈമാറാനുള്ള നിർദ്ദേശം ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് കേട്ടറ്റ് യോഗ്യത ഇല്ലാത്ത അധ്യാപകർക്ക് പ്രഥമ അധ്യാപകരായി പ്രമോഷൻ നൽകിയതുമായി ബന്ധപ്പെട്ട ആണ് വിവാദം ഉടലെടുത്തത്. സുപ്രീം കോടതിയുടെ വിധിന്യായം, പുനഃപരിശോധനാ ഹർജിയിലെ വിധിന്യായം ഉൾപ്പെടെ ഈ വിഷയത്തിൽ സുപ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട് വേണം ഈ വിജ്ഞാപനത്തിന്മേൽ തീരുമാനമെടുക്കാനെന്ന നിർദ്ദേശം ആണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ന്യൂസ് 18 ഈ വിവരം നേരത്തെ തന്നെ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നതാണ്. ഡാൻ തുടരുന്നുണ്ട്. ഡാൻ, ഇതിപ്പോൾ നമുക്കറിയാം സംസ്ഥാന സർക്കാരിന്റെ അസാധാരണമായ ചില ഗസറ്റ് വിജ്ഞാപനങ്ങളൊക്കെ പുറത്തിറങ്ങാറുണ്ട്. ഇത് പക്ഷേ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അധ്യാപകരുടെ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റ് സ്കൂളുകളിൽ ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ PSCയുടെ പ്രവേശന പരീക്ഷയൊന്നും എഴുതിയല്ല അവർ അധ്യാപന വൃത്തിയിലേക്ക് കടക്കുന്നത്. പണമാണ് അതിന്റെ മാനദണ്ഡം എന്നതൊക്കെ പൊതുസമൂഹത്തിന് അറിയാം. നിശ്ചിത യോഗ്യതയും പണവും ഉണ്ട് എങ്കിലാണ് അധ്യാപക യോഗ്യത ലഭിക്കുന്നത്. അപ്പോൾ ഈ തീരുമാനം അല്ലെങ്കിൽ ഈ ഇടപെടൽ എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട് ഡാൻ? കേട്ടിട്ട് യോഗ്യത ഇല്ലാത്തവരെ പ്രഥമാധ്യാപകരായോ, അതായത് ഹൈസ്കൂളിലെ പ്രഥമാധ്യാപകരായോ ഹൈസ്കൂൾ അധ്യാപകരായോ പരിഗണിക്കാൻ പാടില്ല എന്ന കർശനമായ മാനദണ്ഡമാണ് സുപ്രീം കോടതി ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ആ നിയമം നിലനിൽക്കെ അത് കാറ്റിൽ പറത്തിക്കൊണ്ടാണ് 330 പേരുടെ വിജ്ഞാപനം വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ ജൂൺ 27-ന് പുറത്തിറക്കിയത്. അത് ചോദ്യം ചെയ്തുകൊണ്ട് പരാതിക്കാരൻ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരുന്നു. അവിടെയാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തുനിന്ന് നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടാകുകയും ആ ഇടപെടലിനൊടുവിൽ ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റിയുടെ ചെയർമാന് ഈ പരാതി കൈമാറാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ DPC തീരുമാനമെടുക്കേണ്ടത് കൃത്യമായി തന്നെ സുപ്രീം കോടതി മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ആ തീരുമാനം അന്തിമമായിരിക്കും എന്നുകൂടി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ നെറ്റും സെറ്റും PhDയും ഒക്കെ ഉള്ളവർക്ക് ഒരു ഇളവ് അനുവദിച്ചിരുന്നു കോടതി. പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഒരു ഇളവുമില്ല.
കേട്ടറ്റ് കാറ്റഗറി 3 പാസ്സായവർക്ക് മാത്രമേ ഹൈസ്കൂൾ അധ്യാപകരായോ അല്ലെങ്കിൽ പ്രഥമ അധ്യാപകരായോ പ്രൊമോഷൻ നൽകാൻ പാടുള്ളൂ എന്ന കർശനമായ നിബന്ധന നിലനിൽക്കുകയാണ്. എന്തായാലും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഇടപെടൽ ഈ പട്ടികയിൽ 330 പേരുടെ പട്ടികയിൽ ഇടം പിടിച്ച കേട്ടിട്ട് യോഗ്യത ഇല്ലാത്തവരെ പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നാണ് സൂചന. തീർച്ചയായും അവിടെ ഈ പ്രതികൂലമായി ബാധിക്കുന്ന പശ്ചാത്തലത്തിൽ അവർക്ക് പിന്നീട് അപ്പീലിന് പോവുകയോ അത്തരം സാധ്യതകൾ ഇല്ലാത്തൊരു പശ്ചാത്തലമല്ലേ സൃഷ്ടിക്കുക? കാരണം ഇതിലൊരു യോഗ്യത മാനദണ്ഡമായി വരുന്ന പശ്ചാത്തലം ആണല്ലോ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും കേട്ടറ്റ് പാസ്സാകാതെ അവർക്ക് പ്രഥമ അധ്യാപകരുടെ പട്ടികയിലേക്ക് നിയമപരമായി ഇനി ഇടം പിടിക്കാൻ കഴിയില്ല എന്നതാണ് സ്ഥിതി. അത്തരത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ നിലനിൽക്കുന്നതും. ഡിപ്പാർട്ട്മെന്റൽ പ്രൊമോഷൻ കമ്മിറ്റി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഈ വിഷയത്തെ ഗൌരവമായി പരിഗണിച്ചുകൊണ്ട് തന്നെ ആ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഈ വിജ്ഞാപനം ഇറക്കേണ്ടത് എന്ന കാര്യം കൂടി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ 330 പേരുടെ പട്ടികയിൽ ബഹുഭൂരിപക്ഷം പേർക്കും കേട്ടറ്റ് യോഗ്യത ഇല്ല എന്നത് ഗൌരവതരമായ ഒരു വിഷയമായി മാറുന്നത്. അങ്ങനെയെങ്കിൽ ആ ലിസ്റ്റിൽ നിന്ന് നാമമാത്രമായ ആളുകൾക്ക് മാത്രമാണ് കേട്ടറ്റ് യോഗ്യതയുള്ളത്. അവരെയും അതോടൊപ്പം കേട്ടറ്റ് യോഗ്യതയുള്ള പുറത്തു നിൽക്കുന്നവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു വിജ്ഞാപനം പുറത്തിറക്കാൻ, ഇപ്പോഴത്തെ വിജ്ഞാപനം പുനഃപരിശോധിച്ചുകൊണ്ട് പുതിയ വിജ്ഞാപനം പുറത്തിറക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. യെസ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ പങ്കുവച്ചത്. നേരത്തെ ഡാൻ തന്നെയായിരുന്നു ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. പ്രത്യേകിച്ച് കേട്ടറ്റിന്റെ യോഗ്യതയില്ലാത്ത ഏതാണ്ട് 335 അധ്യാപകർക്കാണ് ഹൈസ്കൂൾ പ്രഥമ അധ്യാപകരായി നിയമനം നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ ആണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.